ഹലോ എവ്രി വൺ, വെൽക്കം ടു സൂം ആൻഡ് ട്രിക്സ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ദ സ്ട്രക്ചർ ഓഫ് ഇൻഡഗുമെൻറ്റ് ഓഫ് എൻ ഇൻസെക്റ്റ്. ഇൻസെക്റ്റിൻ്റെ ബോഡിയെ മുഴുവനായിട്ട് കവർ ചെയ്യുന്ന ഔട്ടർ മോസ്റ്റ് കോട്ടിങ്ങിനെയാണ് നമ്മൾ ഇൻഡഗുമെൻ്റ് എന്ന് പറയുന്നത്. ഇൻഡഗുമെൻറ്റിൻ്റെ സ്ട്രക്ചറും കമ്പോസിഷനും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇൻസെക്റ്റിൻ്റെ ഇൻഡഗുമെൻറ്റിന് 3 ലെയേഴ്സ് ആണുള്ളത്. ഒന്നാമത്തത് ക്യൂട്ടിക്കിൾ, രണ്ടാമത്തത് എപ്പിഡെർമിസ്, മൂന്നാമത്തത് ബേസ്മെൻറ്റ് മെംബ്രെയിൻ. ഇതിൽ ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലക്സ് സ്ട്രക്ചറാണ്, കുറച്ച് നമുക്കധികം പഠിക്കാനുണ്ട്. ബാക്കി രണ്ടും വളരെ സിമ്പിളാണ്. അപ്പോൾ ആദ്യത്തെ ലെയർ നോക്കാം, ക്യൂട്ടിക്കിൾ. ക്യൂട്ടിക്കിൾ ഔട്ടർ മോസ്റ്റ് ലെയറാണ്, നോൺ ലിവിങ് ആണ്, ബോഡിയെ മൊത്തത്തിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പൻഡേജസ് അടക്കം മൊത്തത്തിൽ ബോഡിയെ കവർ ചെയ്തിട്ട് ക്യൂട്ടിക്കിൾ കാണപ്പെടുന്നുണ്ട്. ഇൻസെക്ട്സിൻ്റെ ജുവനൈൽ സ്റ്റേജിൽ, അതായത് ഇൻസെക്റ്റ് ലാർവ ആയിരിക്കുന്ന സമയത്ത് ഈ കൈറ്റിൻ എന്ന് പറയുന്ന ലെയർ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഇത് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ലാർവയ്ക്ക് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും, ഇലാസ്റ്റിസിറ്റി ഉണ്ടാവും. എന്നാൽ ഈ ലാർവ അഡൾട്ട് ആകുന്ന സമയത്ത് ഈ കൈറ്റിൻ ലെയർ ഹാർഡായിട്ട് ഡാർക്ക് കളറിലായിട്ട് മാറും. അങ്ങനെ ഹാർഡായ റിജിഡായ ഈ ഭാഗത്തിന് നമ്മൾ സ്ക്ലീറൈറ്റ്സ് എന്നാണ് പറയാം. ഈ ഒരു ഹാർഡനിങ് പ്രോസസ്സിനെ നമ്മൾ സ്ക്ലീറട്ടൈസേഷൻ എന്നും പറയും. അതായത് ലാർവൽ സ്റ്റേജിൽ കൈറ്റിൻ ലെയർ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, അത് ലാർവയ്ക്ക് ഫ്ലെക്സിബിലിറ്റി നൽകുന്നുണ്ട്. എന്നാൽ അഡൾട്ട് ആകുന്ന സമയത്ത് ഇത് സ്ക്ലീറട്ടൈസേഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് വഴി ഹാർഡൻ ആവും, റിജിഡ് ആവും. എന്നാലും ചില ഭാഗങ്ങളിൽ സോഫ്റ്റ് ക്യൂട്ടിക്കിൾ ബാക്കിയുണ്ടാവും. അതുകൊണ്ടാണ് അഡൾട്ടിന് സ്റ്റിഫ്നെസ്സും ഉണ്ടാവുന്നത്, എന്നാലോ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുന്നത്. ഈ ക്യൂട്ടിക്കിളിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. പുറത്ത് എപ്പിക്യൂട്ടിക്കിൾ, അകത്ത് പ്രോക്യൂട്ടിക്കിൾ. എപ്പിക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് ഏറ്റവും ഔട്ടറിൽ കാണപ്പെടുന്ന ലെയറാണ്. ഇതാണ് ഒരു ഇൻസെക്റ്റിൻ്റെ ബോഡി ഷേപ്പിന് നിർണ്ണയിക്കുന്നത്. ഇതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിനെ തന്നെ വീണ്ടും 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിൽ കാണുന്നത് സിമെൻറ്റ് ലെയർ. ഇത് ഭയങ്കര തിന്നാണ്. ഒരു ഇൻസെക്റ്റിൻ്റെ ബോഡി സൈസിനെയും ഷേപ്പിനെയും ഒക്കെ നിർണ്ണയിക്കുന്നത് ഈ ഒരു സിമെൻറ്റ് ലെയറാണ്. ഇതെല്ലാ ഇൻസെക്റ്റിനും ഉണ്ടാവണം നിർബന്ധമില്ല. ഹണി ബീസിലൊന്നും ഈ ഒരു സിമെൻറ്റ് ലെയർ ഇല്ല. ഈ ലെയറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻസെക്റ്റ് ബോഡീനെ എക്സ്റ്റേണൽ ഡാമേജിൽ നിന്നും രക്ഷപ്പെടുത്തുക, അതുപോലെ തന്നെ ബോഡിക്ക് ഷേപ്പും സൈസും കൊടുക്കുക. അതിന് തൊട്ട് താഴെയുള്ളതാണ് വാക്സ് ലെയർ അല്ലെങ്കിൽ ലിപ്പിഡ് ലെയർ. അതിൻ്റെ ഫംഗ്ഷൻ ആ പേരിൽ തന്നെയുണ്ട്. ഇൻസെക്റ്റിൻ്റെ ബോഡിയിൽ നിന്നും വാട്ടർ ലോസ് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വാട്ടർ പ്രൂഫ് ലെയറാണ് വാക്സ് ലെയർ എന്ന് പറയുന്നത്. ഇനി ഔട്ടർ എപ്പിക്യൂട്ടിക്കൽ ലെയറും ഉണ്ട്, ഇന്നർ എപ്പിക്യൂട്ടിക്കൽ ലെയറും ഉണ്ട്. ഔട്ടർ എപ്പിക്യൂട്ടിക്കൽ തിന്നാണ്. ആദ്യമായിട്ട് ഫോം ചെയ്യുന്ന കൈറ്റിൻ ലെയർ എന്ന് പറയുന്നത് ഈ ഔട്ടർ എപ്പിക്യൂട്ടിക്കൽ ലെയറാണ്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മോൾട്ടിംഗ് സമയത്ത് അതിൻ്റെ എൻസൈമുകളിൽ നിന്നും അടുത്ത ലെയറായ പ്രോക്യൂട്ടിക്കലിനെ രക്ഷപ്പെടുത്തുക. ഇതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. ഇനി ഇന്നർ എപ്പിക്യൂട്ടിക്കൽ ഉണ്ട്. ഇതാണ് ഏറ്റവും തിക്കായിട്ടുള്ള ലെയർ എന്ന് പറയുന്നത്. എപ്പിഡെർമിസ് ലെയറിൻ്റെ തൊട്ട് മുകളിലാണ് ഈ പറയുന്ന ഔട്ടർ എപ്പിക്യൂട്ടിക്കൽ കാണാം. ഈ ലെയറിന് ഓർഗാനിക് സോൾവെൻറ്റിനെയും ആസിഡ്സിനെയും ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ലെയറാണ് ക്യൂട്ടിക്കൽ ലെയർ. അതിന് നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. എപ്പിക്യൂട്ടിക്കൽ ഉണ്ട്, പ്രോക്യൂട്ടിക്കൽ ഉണ്ട്. ഈ എപ്പിക്യൂട്ടിക്കലിന് 4 ലെയറാണ്. ഒന്നാമത്തെ ലെയർ സിമെൻറ്റ് ലെയർ, രണ്ടാമത്തത് വാക്സ് ലെയർ, മൂന്നാമത്തത് ഔട്ടർ എപ്പിക്യൂട്ടിക്കൽ ലെയർ, നാലാമത്തത് ഇന്നർ എപ്പിക്യൂട്ടിക്കൽ ലെയർ. ഇനി നമുക്ക് ക്യൂട്ടിക്കലിൻ്റെ രണ്ടാമത്തെ ബ്രാഞ്ച് നോക്കാം, അതായത് പ്രോക്യൂട്ടിക്കൽ. ഈ പ്രോക്യൂട്ടിക്കൽ ഉണ്ടാക്കിയിരിക്കുന്നത് കൈറ്റിനും പ്രോട്ടീൻസും കൊണ്ടാണ്. നമ്മളിതിന് തൊട്ട് മുന്നേ പഠിച്ച എപ്പിക്യൂട്ടിക്കലിന് കൈറ്റിൻ എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് ഇല്ല. അതുമാത്രമല്ല, എപ്പിക്യൂട്ടിക്കൽ ഓവറോൾ ഷേപ്പാണ് ഒരു ഇൻസെക്റ്റിന് കൊടുക്കുന്നതെങ്കിൽ പ്രോക്യൂട്ടിക്കൽ ഇൻസെക്റ്റിന് വേണ്ടിയിട്ടുള്ള സ്ട്രെങ്ത്തും റിജിഡിറ്റിയും ആണ് കൊടുക്കുന്നത്. പ്രോക്യൂട്ടിക്കലിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. പുറത്ത് കട്ടിയുള്ള എക്സോക്യൂട്ടിക്കളും അകത്ത് സോഫ്റ്റായ എൻഡോക്യൂട്ടിക്കളും. എക്സോക്യൂട്ടിക്കൽ ഒരേ ടൈപ്പ് സെൽസിനെ കൊണ്ടാണ് നിർമ്മിച്ചതെങ്കിൽ എൻഡോക്യൂട്ടിക്കൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസിൻ്റെ ലേയേഴ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു പ്രോക്യൂട്ടിക്കൽ ഉണ്ടാക്കിയിരിക്കുന്നത് കൈറ്റിനും പ്രോട്ടീൻസും കൂടിയിട്ടാണ്. അതായത് എക്സോക്യൂട്ടിക്കളും എൻഡോക്യൂട്ടിക്കലും ഉണ്ടാക്കിയിരിക്കുന്നത് കൈറ്റിനും പ്രോട്ടീൻസും കൂടിയാണ്. പക്ഷേ രണ്ടിലും ഇതിൻ്റെ റേഷ്യോസ് വ്യത്യാസമാണ്. എക്സോക്യൂട്ടിക്കലിൽ കൈറ്റിന് കുറവാണ്, നേരെ മറിച്ച് പ്രോട്ടീൻ്റെ അളവ് കൂടുതലാണ്. അവിടെ കാണപ്പെടുന്ന ഹാർഡ് പ്രോട്ടീൻ്റെ പേരാണ് സ്ക്ലീറോട്ടീൻ. എക്സോക്യൂട്ടിക്കൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരേപോലുള്ള സെല്ലുകൾ ഉപയോഗിച്ചിട്ടാണ്. ഈ സെൽസ് കുറച്ച് കഴിഞ്ഞിട്ട് സ്ക്ലീറോട്ടൈസേഷനിലൂടെ ഹാർഡായിട്ട് മാറും. അതുകൊണ്ടാണ് എക്സോക്യൂട്ടിക്കൽ ലെയർ ഭയങ്കര റിജിഡായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിലിറ്റി വേണ്ട റീജിയൻസ് ആയ ജോയിൻസിലൊന്നും എക്സോക്യൂട്ടിക്കൽ ലെയർ കാണാറില്ല. മാത്രമല്ല, ഇൻസെക്റ്റിൻ്റെ മോൾട്ടിംഗ് സമയത്ത് ഈ ഒരു ലെയർ തന്നെ ഷെഡ് ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് എൻഡോക്യൂട്ടിക്കൽ എന്ന് പറയുന്നത് സോഫ്റ്റ് ഡെലിക്കേറ്റ് ആയ ലെയറാണ്. പെയിൽ കളറാണ് ഇതിൽ കാണപ്പെടുന്നത്. കാരണം ഇവിടെ ഹാർഡ് പ്രോട്ടീനായ സ്ക്ലീറോട്ടിൻ ആബ്സെൻ്റ് ആണ്. പകരം കൈറ്റിനാണ് ഇവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്.
ഈ എൻഡോക്യൂട്ടിക്കൽ ലെയർ എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. മാത്രമല്ല ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസിനെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രോക്യൂട്ടിക്കലിൻ്റെ ഭാഗങ്ങളാണ്. എക്സോക്യൂട്ടിക്കലും എൻഡോക്യൂട്ടിക്കലും. എക്സോക്യൂട്ടിക്കൽ എന്ന് പറയുന്നത് ഹാർഡാണ്, കാരണം അവിടെ ഹാർഡ് പ്രോട്ടീനായ സ്ക്ലീറോട്ടിൻ ഉണ്ട്. എൻഡോക്യൂട്ടിക്കൽ സോഫ്റ്റ് ആണ്, കാരണം ഇവിടെ പ്രോട്ടീൻ ഇല്ല, അതിന് പകരമായിട്ട് കൈറ്റിൻ ആണ് ഉള്ളത്. എക്സോക്യൂട്ടിക്കൽ മോൾട്ടിങ്ങിൻ്റെ സമയത്ത് ഷെഡ് ചെയ്ത് പോകും, പക്ഷെ എൻഡോക്യൂട്ടിക്കൽ എന്ന് പറയുന്നത് ഗ്രോത്ത് നടക്കുന്ന ഒരു ലെയറാണ്. ഈ രണ്ട് ലെയറിൻ്റെയും ഇടയിൽ മീസോക്യൂട്ടിക്കൽ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാൻസിഷൻ ലെയറും ഉണ്ട്, പോർ കനാൽസും ഉണ്ട്. ഈ പോർ കനാൽസ് എന്തിനാണെന്ന് വെച്ചാൽ പ്രോക്യൂട്ടിക്കലിൻ്റെ പുറത്തേക്കും എപ്പിക്യൂട്ടിക്കൽ ഭാഗത്തേക്കും ഒക്കെ എൻസൈമും മറ്റ് മെറ്റീരിയൽസും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറായ ക്യൂട്ടിക്കളുടെ രണ്ട് ഭാഗങ്ങളായ എപ്പിക്യൂട്ടിക്കലും പ്രോക്യൂട്ടിക്കലും പഠിച്ചു. എപ്പിക്യൂട്ടിക്കൽ കൈറ്റിൻ ഇല്ലാതെയും പ്രോക്യൂട്ടിക്കൽ കൈറ്റിനും പ്രോട്ടീൻസ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്നും നമ്മൾ പഠിച്ചു. ഈ കൈറ്റിൻ എന്താ? ഷുഗർ മോളിക്യൂൾസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഹെവി ആയ ബിഗ് ആയ മോളിക്യൂളാണ് കൈറ്റിൻ എന്ന് പറയുന്നത്. ഇത് നല്ല സ്ട്രോങ് ആയൊരു കോമ്പൗണ്ടാണ്. അതുകൊണ്ട് തന്നെ വാട്ടറിലോ ആൽക്കഹോളിലോ ഡൈലൂട്ട് ആസിഡിലൊന്നും ഇതിനെ നമ്മൾക്ക് ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല. നല്ല സ്ട്രോങ് ആയ കെമിക്കൽസിൽ മാത്രമേ ഇത് ഡിസോൾവ് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻസെക്റ്റിൻ്റെ ബോഡി ഇത് നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ക്യൂട്ടിക്കളിൽ കാണപ്പെടുന്ന പ്രോട്ടീൻസ് ആണ് ആർത്രോപോഡിൻ, സ്ക്ലീറോട്ടിൻ ആൻഡ് റെസിലിൻ. ഇതിൽ ആർത്രോപോഡിൻ എന്ന് പറയുന്നത് എൻഡോക്യൂട്ടിക്കളിൽ കാണുന്ന പ്രോട്ടീനാണ്. ഇത് അൺടാനഡ് ആണ്, അതായത് പെയിൽ കളറിലാണ് കാണപ്പെടുന്നത്. പക്ഷേ സ്ക്ലീറോട്ടൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഇത് സ്ക്ലീറോട്ടിൻ എന്നുള്ള പ്രോട്ടീനായിട്ട് മാറും. സ്ക്ലീറോട്ടിൻ നമ്മൾ നേരത്തെ പറഞ്ഞു എക്സോക്യൂട്ടിക്കളിൽ കാണുന്നതാണ്, ടാൻഡ് ആണ്, ഭയങ്കര ഡാർക്ക് കളറിലായ പ്രോട്ടീനാണിത്. അടുത്തത് റെസിലിൻ ആണ്, ഇതൊരു കളർലെസ് ആയിട്ടുള്ള പ്രോട്ടീനാണ്. എക്സോക്യൂട്ടിക്കലിൻ്റെ ഫ്ലെക്സിബിൾ റീജിയണിൽ, അതായത് സ്ക്ലീറോട്ടിൻ ഇല്ലാത്ത റീജിയണിൽ കാണപ്പെടുന്നതാണ് റെസിലിൻ എന്ന് പറയുന്നത്. റബ്ബർ ലൈക്കാണ്, ഇലാസ്റ്റിക് പ്രോട്ടീനാണ്. ജോയിന്റുകളിലൊക്കെ ഈ റെസിലിൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ് കാണപ്പെടുന്നത്. അടുത്തത് നമുക്ക് സെക്കൻഡ് ലെയർ പഠിക്കാം, എപ്പിഡെർമിസ്. എപ്പിഡെർമിസ് നിർമ്മിച്ചിരിക്കുന്നത് പോളിഗണൽ ഷേപ്പിലുള്ള സിംഗിൾ ലെയർ ഓഫ് ലിവിങ് സെൽ ഉപയോഗിച്ചിട്ടാണ്. ഫസ്റ്റ് ലെയറായ ക്യൂട്ടിക്കിൾ മോൾട്ടിങ്ങിൻ്റെ സമയത്ത് ബ്രേക്ക് ഡൗൺ ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു. അതിന് വേണ്ടിയിട്ടുള്ള എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ എപ്പിഡെർമിസ് ലെയറാണ്. ബ്രേക്ക് ഡൗൺ മാത്രമല്ല, പുതിയ ക്യൂട്ടികൾ ഫോം ചെയ്യാനും സഹായിക്കുന്നത് ഇതേ എപ്പിഡെർമിസ് ആണ്. ഫങ്ഷൻസിനനുസരിച്ചിട്ട് എപ്പിഡെർമൽ സെൽസിനെ നമുക്ക് 5ആയിട്ട് തിരിക്കാം. ക്യൂട്ടികളിലെ സിമെന്റ് ലെയർ ഉണ്ടാക്കാൻ സഹായിക്കുന്ന സെൽസിനെ നമുക്ക് ഡെർമൽ ഗ്ലാൻഡ് സെൽ എന്ന് വിളിക്കാം. ഹെയർ ലൈക്ക് സ്ട്രക്ചറായ സീറ്റെ അല്ലെങ്കിൽ ട്രൈക്കോം ഉണ്ടാക്കുന്നവരെ ട്രൈക്കോജൻ സെല്ലെന്നും ഹെയറിൻ്റെ അടിയിലുള്ള സോക്കറ്റ് ഉണ്ടാക്കുന്നവരെ ടോർമജൻ സെല്ലെന്നും വിളിക്കുന്നു. ഓൾഡ് ക്യൂട്ടിക്കിളിനെ മോൾട്ടിങ്ങിൻ്റെ സമയത്ത് ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഫ്ലൂയിഡ് ഉൽപ്പാദിപ്പിക്കുന്നവരാണ് മോൾട്ടിംഗ് ഗ്ലാൻഡ് സെല്ല്. ഫിഫ്ത്ത് സെല്ലായ പെരിസ്റ്റിഗ്മാറ്റിക് സെല്ല് ബ്രീത്തിങ് ഹോളായ സ്പൈറക്കിൾസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ എപ്പിഡെർമിസിൽ 5 സ്പെഷ്യലൈസ്ഡ് സെൽസിനെ കാണാം: ഡെർമൽ ഗ്ലാൻഡ് സെൽ, ട്രൈക്കോജൻ സെൽ, ടോർമോജൻ സെൽ, മോൾട്ടിംഗ് ഗ്ലാൻഡ് സെൽ ആൻഡ് പെരിസ്റ്റിഗ്മാറ്റിക് ഗ്ലാൻഡ് സെൽ. ഇതിൻ്റെ കൂടെ ഹാങ്ങിങ് ആയിട്ട് ഈനോസൈറ്റ് സെൽസിനെ കൂടെ കാണാം. ഇവരാണ് വാക്സി ലെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അടുത്തത് ഏറ്റവും താഴെയുള്ള ലെയറാണ് ബേസ്മെൻറ്റ് മെംബ്രെയിൻ ലെയർ. ഈ ലെയർ തിന്നാണ്, പ്രത്യേകിച്ച് ഷേപ്പൊന്നും ഇല്ലാത്ത നോൺ ലിവിങ് ആയിട്ടുള്ള സെൽസാണ് ഇവിടെ കാണപ്പെടുന്നത്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഡീജനറേറ്റഡ് ആവുന്നുള്ള എപ്പിഡെർമൽ ലെയറിനെ കൊണ്ടാണ്. മോൾട്ടിങ് സമയത്ത് ഈ തിൻ ലെയർ തിക്കായിട്ട് മാറും. ഈ ബോട്ടം ലെയറിലാണ് മസിൽസ് വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ഇതിലേക്കൂടി നെർവ് സെൽസും ബ്രീത്തിങ് ട്യൂബ്സും പിന്നെ സെൻസ് ഓർഗൻസും ഒക്കെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചത് ഇൻസെക്റ്റിൻ്റെ കവറിംഗ് ആയ ഇൻഡുഗുമെൻറ്റിനെ പറ്റിയാണ്. ഇത് 3 ലെയറായിട്ടാണ് കാണപ്പെടുന്നത്. ഏറ്റവും ഔട്ടർ മോസ്റ്റ് നമുക്ക് ക്യൂട്ടിക്കലിനെ കാണാം, അതിന് തൊട്ട് താഴെ നമുക്ക് എപ്പിഡെർമിസ് കാണാം, അതിൻ്റെ താഴെ ഏറ്റവും ബേസിലായിട്ട് നമുക്ക് ബേസ്മെൻറ്റ് മെംബ്രെയിനും കാണാം. ക്യൂട്ടിക്കലിനെ എപ്പിക്യൂട്ടിക്കലും പെരിക്യൂട്ടിക്കലും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇതിൽ എപ്പിക്യൂട്ടിക്കലിൻ്റെ 4 ലെയർ ഉണ്ട്. ഏറ്റവും മുകളിൽ സിമെന്റ് ലെയർ, അതിന് താഴെ വാക്സ് ലെയർ, അതിന് താഴെ ഇന്നർ ആൻഡ് ഔട്ടർ എപ്പിക്യൂട്ടിക്കൽ. പിന്നെ പ്രോക്യൂട്ടിക്കൽ നമ്മൾ 2ആയി തിരിച്ചു, എക്സോക്യൂട്ടിക്കൽ ആൻഡ് എൻഡോക്യൂട്ടിക്കൽ. അതിലൊന്നിൽ കൈറ്റിൻ ഉണ്ട്, മറ്റേതിൽ കൈറ്റിൻ ആബ്സെന്റ് ആണ്. പിന്നെ നമ്മൾ എപ്പിഡെർമിസ് പഠിച്ചു. ഇതാണ് ലിവിങ് സെൽ എന്ന് പറയുന്നത്. ഈ ലിവിങ് സെല്ലാണ് എല്ലാ ക്യൂട്ടിക്കൽസും ഉണ്ടാക്കുന്നത്. അവസാനം നമ്മൾ ബേസ്മെന്റ് മെംബ്രെയിൻ പഠിച്ചു. ഇവിടെയാണ് എല്ലാ കാര്യങ്ങളും അറ്റാച്ച് ചെയ്തിട്ട് നിൽക്കുക. ഇതാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇൻഡുഗുമെന്റിന്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സുമായിട്ട് നാളെ കാണാം.